നമ്മുടെ ഇന്ത്യയിൽ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പൊ ഉസ്ബെക്കിസ്ഥാനിൽ നമ്മൾ MBBS പഠിക്കാൻ പോവാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ EVS എഡ്യൂക്കേഷൻ. MBBS എബ്രോഡ് പോയി പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കൺട്രി തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് ഇന്ന് MBBS ചൂസ് ചെയ്യാൻ ഇപ്പൊ എബ്രോഡ് പോയി പഠിക്കാനാണ് ഇന്ത്യനേക്കാളും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് നമുക്ക് എബ്രോഡ് പോയി പഠിക്കാം എന്നുള്ള എല്ലാ സ്റ്റുഡൻസിനും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ എബ്രോഡ് പോയി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് കൺട്രി തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. 2021 നവംബർ 18 പബ്ലിഷ് ചെയ്ത NMC ഗസറ്റിലുള്ള എല്ലാ നോംസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഇന്ന് എബ്രോഡ് പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ MBBS എബ്രോഡ് പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്ത് പറയാന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആ ഒരു കൺട്രിയിൽ എല്ലാ നമ്മൾ NMC നോംസ് തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളതും, അവിടെ ഇപ്പൊ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണോ എന്നുള്ളതും, അവിടുത്തെ ക്രൈം റേഷ്യോ, പോപ്പുലേഷൻ, പിന്നെ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ആണോ, അവരുടെ ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എത്രത്തോളാണോ ഉള്ളത്, ഇന്ത്യൻ സ്റ്റാഫ് അവൈലബിൾ ആണോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഉസ്ബെക്കിസ്ഥാനിൽ ഉള്ള എല്ലാ യൂണിവേഴ്സിറ്റിന്റെ കാര്യങ്ങളും, ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിന്റെ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ അവിടുത്തെ ഫാക്കൽറ്റി ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഉസ്ബെക്കിസ്ഥാൻ യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്, താഷ്കണ്ട്, സമർഖണ്ഡ്, ബുഖാര എന്നിങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഈ ഒരു കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് മലയാളി സ്റ്റുഡൻസും പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന, വേറൊന്നുമല്ല നമ്മളുടെ നോർത്ത് ഇന്ത്യൻ ക്ലൈമറ്റും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസിന് അവിടെ പോയി ഈസിലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സെയിം ആ ഒരു നോർത്ത് ഇന്ത്യൻ ക്ലൈമറ്റ് ആണ് ഉസ്ബെക്കിസ്ഥാനിലും വരുന്നത്. ഒരു 2-3 months ആണ് അവിടെ തണുപ്പ് അനുഭവപ്പെടാറുള്ളത്. അപ്പൊ മോസ്റ്റ്ലി നമ്മളെ സ്റ്റുഡൻസിന്, ഇന്ത്യൻ സ്റ്റുഡൻസിനൊക്കെ പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഒരുപാട് മലയാളി സ്റ്റുഡൻസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഇന്ന് പോയി പഠിക്കുന്ന ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. റീച്ചബിലിറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൽഹി ത്രൂവും പിന്നെ വരുന്നത് മിഡിൽ ഈസ്റ്റ് ത്രൂ ആണ് നമുക്ക് ഫ്ലൈറ്റ് അവൈലബിൾ ആയി വരുന്നത്. ഇപ്പം നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലെ ക്യാപിറ്റൽ സിറ്റി താഷ്കണ്ടിലെ ആ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കും മിക്ക ഫ്ലൈറ്റ്സും ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോ ഫർഗാന പോലുള്ള ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി, ഇപ്പൊ ഫർഗാന പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ അവിടെയും ഇന്റർനാഷണൽ എയർപോർട്ട്സ് അവൈലബിൾ ആണ്. അപ്പൊ അതും ഈ മിഡിൽ ഈസ്റ്റും ഡൽഹി ത്രൂ ഒക്കെ ഫ്ലൈറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ സ്റ്റുഡൻസിന് ഏറ്റവും പെട്ടെന്ന് തന്നെ റീച്ച് ചെയ്യാനുള്ള ഒരു വേ നമുക്ക് നോക്കിയിട്ട് അതിലിപ്പോ അവരുടെ യൂണിവേഴ്സിറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഫ്ലൈറ്റ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഉസ്ബെക്കിസ്ഥാനിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നല്ല പേഷ്യന്റ് ഫ്ലോ ഉള്ള ഹോസ്പിറ്റൽ തന്നെയാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബെഡ് സ്പേസ് അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് സ്റ്റുഡൻസിന് ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് അവർക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ തൊട്ട് പോസ്റ്റിംഗും തുടങ്ങുന്നുണ്ട് അവർക്ക്. അപ്പം ഈ ഒരു MBBS എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ ഫുള്ളി തിയറി അല്ലല്ലോ, നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അറിയണം എന്നുള്ളത്. അപ്പം സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് എന്താണ്, അവിടെ ഓൾറെഡി അവർക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് ഉസ്ബെക്കിസ്ഥാനിലുള്ള യൂണിവേഴ്സിറ്റീസിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 5 year + 1 year ഇന്റേൺഷിപ്പ് ആണ് വരുന്നത്. ടോട്ടൽ 6 years ആണ് വരുന്നത്. അപ്പൊ 5 years നമ്മുടെ കോഴ്സും പിന്നെ 1 year നമ്മൾ ഇന്റേൺഷിപ്പും ആണ് വരുന്നത്. ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ 15:1 റേഷ്യോയിലാണ് നമ്മളെ സ്റ്റുഡന്റ് സ്റ്റാഫ് ഇത് വരുന്നത്. അതായത് നമുക്ക് 15 സ്റ്റുഡൻസിന് ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിലാണ് ഇവിടെ ക്ലാസ് പോകുന്നത്. അപ്പം അവർക്ക് അറേഞ്ച് ചെയ്യുന്ന ക്ലാസ്, അപ്പം എല്ലാ ഇവാലുവേഷനോട് കൂടിയും ആ ഒരു ഫാക്കൽറ്റി 15 പേരെയും അറേഞ്ച് ചെയ്ത് ക്ലാസ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി വരുന്നതെന്ന് പറയുന്നത് കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന സ്റ്റുഡൻസ്, ഇന്ത്യയിലേക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് എക്സാം എന്തായാലും അപ്പിയർ ചെയ്യണം, അത് ക്വാളിഫൈ ആവണം. അപ്പം നമ്മൾ എപ്പോ കോഴ്സിന് കയറിയോ അത് കഴിഞ്ഞ് 10 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു എക്സാം ക്ലിയർ ആയിരിക്കണം. 6 വർഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി 4 വർഷത്തിന്, കോഴ്സ് കഴിഞ്ഞ് 4 വർഷത്തിനുള്ളിൽ നമുക്ക് ക്ലിയർ ചെയ്താലും മതിയാവും. ഇപ്പൊ നെക്സ്റ്റ് എക്സാമിന്റെ കോച്ചിങ് ഓൾറെഡി ഫ്രീ ആയിട്ട് ഉസ്ബെക്കിസ്ഥാനിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്റ്റുഡൻസിന് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇപ്പൊ 6 year കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും, നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയേറെ കാര്യങ്ങളാണ് ഇന്ന് സ്റ്റുഡൻസിനോട് എനിക്ക് MBBS അത് ഉസ്ബെക്കിസ്ഥാനിൽ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് ഈ
ഒരു കോഴ്സിനെ കുറിച്ചോ ഇനി അവിടുത്തെ യൂണിവേഴ്സിറ്റിനെ കുറിച്ചോ ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്, ഏതൊക്കെയാണ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി, ഏതൊക്കെയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിലും അവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ, അതല്ല ഇവിടെ ഓൾറെഡി പഠിക്കുന്ന നമ്മൾ ത്രൂ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സുമായിട്ട് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.